നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരൻസുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ രാവിലെ അഡ്നറ്റിനൊക്കെ പതിവ് പോലെ ഓഫീസിലൊക്കെ പോയി നമുക്ക് കിച്ചണിക്ക് ഒന്ന് പോയി നോക്കാം. തമ്മാന ഇവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ കാണിച്ചു തരാം. തമാരുണ്ടാക്കിയ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അടുപ്പത്ത് കുക്കറിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്, വേവിക്കാൻ വെച്ചിട്ടുള്ളതാണ്. നമ്മളെ തങ്കുവിന്റെ ഒച്ചയൊക്കെ നിങ്ങൾക്ക് കേൾക്കായിരിക്കും അല്ലേ. രാവിലെ തന്നെ ഇവിടെ ഓരോ പണികളിലാണ്. ഇഡ്ഡലിയും സാമ്പാറാണ് ഇന്നത്തേത്. പിന്നെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്. സൂര്യനെ കുതിച്ച് ആകാശത്തേക്ക് മുകളിലെത്തി. അപ്പം ഞാൻ കുറച്ചൊക്കെ പച്ചക്കറി നട്ടിട്ടുണ്ട്. നമ്മുടെ കൂർക്കലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് കൂർക്കേൻ്റെ തൈ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നത് നമ്മൾ ചാക്ക് കണ്ട്, ഈ ചാക്കിൽ ഞാൻ കൊണ്ടുവന്ന ചെടികളായിരുന്നു. ആ ചെടികൾ ഞാൻ മാറ്റി അങ്ങോട്ട് മണ്ണിലേക്ക് നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചാക്കൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ബെഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് കൃഷീൻ്റെ പണിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. തങ്കത്തിന് ഇതിൽ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഗ്രില്ലിട്ട് ഇത് കണ്ടോ, ഈ ഫെൻസിങ് ഇട്ടതിൻ്റെ അപ്പുറത്തും തങ്കുവിന് ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ തങ്കുവിനെയും കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. നമ്മളിവിടെ വാഴ നട്ടു കേട്ടോ, നേന്ത്ര വാഴേൻ്റെത് 6 തൈ ഇവിടെ നട്ടിട്ടുണ്ട്. ബാക്കി ഒരു 10-12 നേന്ത്ര വാഴേൻ്റെ തൈ നമ്മൾ വില്ലേജിൽ കൊണ്ടുപോയി നട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ തൂമ്പ് വന്നു തുടങ്ങിയിട്ട് ഞാൻ ഇലയൊക്കെ വെട്ടിക്കൊടുത്തിട്ടാണ് ഇത് വെച്ചത്. കണ്ടോ, തൂമ്പ് വന്നു തുടങ്ങി. അപ്പം രാവിലെ തങ്കൂരൊന്നും ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ, ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കൂടിൻ്റെ ഉള്ളിലാണെങ്കിലും വെറുതെ കടന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പട്ടിക്കുട്ടികളൊക്കെ നല്ലോണം ഓടിപ്പിക്കണം എന്നാണ് പറയുക. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു കലോറി അവർ ഓടിക്കളിച്ചങ്ങാണ്ട് തീർക്കണം എന്നാണ് പറയുക. അപ്പം ഞാൻ തങ്കുവിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഭാഗത്തേക്കായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് തങ്കുവിനെ ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്കാണ് പോണേ. അപ്പോൾ ഇവിടെ ഞാൻ കൂർക്കൽ നട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, കൂർക്കാന്നായിരിക്കില്ലേ ശരിക്കും പറയാ. ഞാൻ കൂർക്കൽ എന്നാണ് പറയാറ്. എങ്ങനെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. കൂർക്കൽ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇളം തണ്ട് ഇതാക്കണം. ഇത് ഈ ഒരു മൂടായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഓരോ പീസ് ഞാൻ മുറിച്ച് നട്ടാണ്. ഞാനും ഇവിടുത്തെ ഗാർഡൻ ബോയ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് നട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വേറെ ആയിട്ട് ഇടാം കേട്ടോ. അതായത് കൃഷി വീഡിയോ ആയിട്ട് തന്നെ ഇടാം. കാരണം അത്യാവശ്യം കാണിക്കാനുണ്ട്. നമ്മൾ കുറച്ചധികം കൃഷി ഇവിടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ തൂമ്പൊക്കെ മുറിച്ചെടുത്ത് ഇതിപ്പോൾ ഞങ്ങൾ മുട്ടയാക്കി വെച്ചൊരവസ്ഥയാണ്. എന്നാലും അതും മണ്ണിൽ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തങ്ക അവിടെ നിൽക്കുന്നുണ്ടോ, അവിടെ ഒരു വാതിലുണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്, അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ തങ്കുവിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. തങ്കാം ഉണ്ടോ, തങ്കുവിന് ഓടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇവിടെ. ഇവർക്ക് ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും. നല്ല പച്ചപ്പ്, രാവിലെ കഴിഞ്ഞാൽ നല്ല സൂര്യൻ എന്താ പറയുക പതുക്കെ ഇങ്ങനെ എണീറ്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമുക്കറിയാലോ കിഴക്കൻ ടു പടിഞ്ഞാറാണ് സൂര്യൻ പോകുന്നത്. പക്ഷെ നമുക്കത് നല്ല വ്യൂ ആയിട്ട് കിട്ടും. സൂര്യൻ ഉദിച്ച് വരുന്നതും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് നല്ല വ്യൂ ആയിട്ട് കിട്ടും. കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മലേൻ്റെ മരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്നത്, അവിടുന്ന് ഉദിച്ച് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല സീനറി ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമ്മളെ ഈ വീട് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ആരൊക്കെ കമൻറ്റിൽ, ഇതൊരിക്കലും നമ്മുടെ സ്വന്തം വീടല്ല കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. ഇത് ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം വീടൊന്നല്ല, ഇത് റെൻറ്റിനുള്ളതാണ്. അരുണേട്ടൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പം അത് ഞാൻ പറയാൻ മറന്നു പോയത് കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ. പിന്നെ ഈ സ്ഥലത്തുണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് കൂടുതൽ യൂക്കാലി മരങ്ങളാണുള്ളത്. ഇവിടെ ഒരു ഫോറസ്റ്റ്, ഈ ഒരു ഏരിയ മൊത്തം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത്
നമ്മൾ സ്വന്തമായിട്ട് തൈകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വലിയ കാടുകളാക്കി നടത്തുന്ന കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ. അപ്പം നമ്മളെ വീടിൻ്റെ റൈറ്റ് ഭാഗത്ത് അങ്ങനെ കുറേ യൂക്കാലി മരങ്ങളുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരം നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഈ യൂക്കാലി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആ കാറ്റിനൊക്കെ നല്ലൊരു സുഗന്ധമാണ്, യൂക്കാലിൻ്റെ നല്ലൊരു സുഗന്ധമാണ്. നമുക്ക് പുറത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് ആ ഒരു വായു ശ്വസിക്കാൻ ഭയങ്കര ഒരു ഉണർവ് കിട്ടും. അത് ശ്വസിച്ചിട്ടുണ്ട്. ഇതാക്കണേ, ഈ നിൽക്കുന്നത് യൂക്കാലിൻ്റെ ചെറിയ തൈയാണ് കേട്ടോ. ഇതിൻ്റെ ഇല പറിച്ചിട്ടൊന്ന് മണത്ത് നോക്കിയാൽ തന്നെ നല്ല മണമാണ്. നല്ല നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ യൂക്കാലിൻ്റെ മണം എന്താണെന്നുള്ളത്. നമ്മുടെ ഏകദേശം ഒരു വിക്സിൻ്റെയോ നമ്മൾ ഈ വേദനയ്ക്കൊക്കെ തേക്കണ ഓയിൽമെൻറ്റിൻ്റെ ഒക്കെ ഒരു മണമാണ് എനിക്ക് കിട്ടണേ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു തോട് പോലത്തെ സംഭവമുണ്ട്. ഇതിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് അതിൻ്റെ വിത്ത് ഇവിടെ വന്ന് മുളച്ച് ഉണ്ടായതാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് ഇതാക്കണം. ആ നിൽക്കുന്നതും യൂക്കാലിൻ്റെ തൈയാണ്, ചെറിയ തൈയാണ്. നല്ല മണമാണ് ഇതിൻ്റെ. കാറ്റ് ഇതിൻ്റെ ഇലയിൽ കൂടെ തട്ടിത്തഴുകി വരുമ്പോൾ നല്ല സ്മെല്ലാണ്. തങ്കുമ്മാ ഓണിവാ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ചെടി കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ലൈഫ് ഓഫ് അലൻസുമിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ടെരേല എന്ന് പറയുന്ന ഇല. അപ്പം ആ ഒരു ചെടിയാണ് ഇത്. അത് വലുതായിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കണ്ടാൽ കുറുന്തോട്ടീൻ്റെ ഇല പോലെയൊക്കെ തോന്നും. പക്ഷെ ഇതിലൊരു മഞ്ഞ പൂവുണ്ട്. അതിപ്പോൾ ഈ പൂവ് പോയിട്ടോ, പൂത്ത് കഴിഞ്ഞ് പോയി പൂവ്. അപ്പം ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന ടെരേല. ഇത് നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും, കാട്ടിലൊക്കെ ഉണ്ടായിരിക്കും, നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഇതാണത്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാർ ഒന്ന് നമ്മൾ പൊടിയൊക്കെ ചേർക്കാനേ ഉള്ളൂ, മസാലകൾ. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. പുളിയൊക്കെ ഉണ്ടല്ലോ, മലാവിത്തെ പുളിയാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇവിടെ ഇഷ്ടംപോലെ പുളീൻ്റെ മരങ്ങളുണ്ട്. നമ്മൾ പഴയ നിന്ന വില്ലേജിൽ വലിയ വലിയ പുളി മരങ്ങളുണ്ട്. അവിടുന്ന് ഉണ്ടാക്കി നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള പുളിയാണ് കേട്ടോ. നമുക്കിനി പുളി ഒഴിക്കാം. അപ്പോൾ സാമ്പാറിന് പുളിയൊക്കെ ഒഴിച്ച് അത് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി പൊടിയൊക്കെ വറുത്ത് ചേർക്കാൻ പോവാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ മസാലേൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാമ്പാർ മസാല ഇട്ടു. പിന്നെ അതായത് സാമ്പാർ പൊടി. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കടുകും കറിവേപ്പിലൊക്കെ വെച്ച് എണ്ണ കാച്ചിയിട്ട് അതിലൊഴിക്കും. അപ്പോൾ നമ്മുടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ഇരിക്കുന്നു, പിന്നെ സാമ്പാർ ഉണ്ടാക്കിയതുണ്ട്, ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടോ. അപ്പം നമ്മുടെ തങ്കുവിന് ഇഡ്ഡലി കൊടുക്കാറുണ്ട്. തങ്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. തങ്കുവിന് ഇഡ്ഡലി, ചപ്പാത്തി, ദോശയൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ വലിയ പ്രശ്നമില്ലാത്ത ഒരാളാണ് തങ്കു. തങ്കുവേ വാ, ഇങ്ങോട്ടും വാ. എടാ അവിടെ കിടക്കണേ. ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തങ്കുവിന്. ഒരു ഇഡ്ഡലി ഫുള്ള് കഴിക്കും കേട്ടോ. അതേപോലെ ഒരു ദോശ ഫുള്ള് കഴിക്കും, ഒരു ചപ്പാത്തി ഫുള്ള് കഴിക്കും. തങ്കു ഓടിവാ. ഇവിടെ നിലത്തിട്ട് കൊടുത്തിട്ട് അവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് പിന്നെ പോയിട്ടോ. കണ്ടോ, അപ്പം നമ്മൾ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് മുട്ട കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുട്ട വാങ്ങാൻ പോവാണ്. പിന്നെ തമാലയ്ക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയ കടയൊന്നുമല്ല, ചെറിയ ഗ്രാമത്തിലുള്ള ചെറിയ കടയാണ്. അപ്പം തമാലയ്ക്ക് ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ എവിടെയാണ് കട എന്നൊക്കെ ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ അങ്ങനെ പറയാനായിട്ടുണ്ടെങ്കിൽ വിചാരിക്കും എനിക്ക് ഇവിടുത്തെ കടയൊക്കെ നന്നായിട്ട് അറിയാമെന്ന്. അങ്ങനെയല്ല, അരുണായിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു ചെറിയൊരു കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മുട്ടയൊക്കെ കിട്ടും, അത് ഇവർക്ക് കൂടെ കാണിച്ചു കൊടുത്തോന്ന്. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ ഇനിയും കുറേ സമയമുണ്ട്. അപ്പം ഞാൻ തമാലയും കൂടെ പോവാണ്. തമാലയത് അവിടെ ഉണ്ട്. അപ്പം തങ്കു അവിടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ പോണത് കണ്ടിട്ട്. ഞാനപ്പോൾ പോണ വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം.
അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതുപോലെ ചെറിയൊരു റോഡുണ്ട്. പിന്നെ ഒന്ന് റൈറ്റ് എടുത്ത് പോകണം നമ്മൾ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ല ഒരുപാട് യൂക്കാലിൻ്റെ മരങ്ങളുണ്ടെന്ന്. ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ തട്ടി തഴുകി വരുന്ന കാറ്റ് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ വലിയ സ്മെല്ല്, പക്ഷെ വൈകുന്നേരങ്ങളിൽ നല്ല യൂക്കാലിൻ്റെ മണമാണ്. ഉണ്ട് നല്ല സ്ഥലം, പച്ചപ്പ് നിറഞ്ഞ സ്ഥലം, നല്ല ആകാശം കണ്ടില്ലേ. ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡ് ഇതാണ്. നമ്മൾ നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തി. ഇവിടെ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് തോന്നുന്നു ഷോപ്പ്. നമ്മുടെ ഈ വലതു ഭാഗത്തുണ്ടല്ലോ ഫുള്ള് കൃഷികളാണ്. അത് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി ചെന്നാലേ നമുക്ക് കൃഷികൾ കാണാൻ പറ്റുള്ളൂ. ഇവിടെ പുകയില കൃഷിയൊക്കെ ഉണ്ട്. നമ്മൾ നടന്ന് ഇങ്ങനെ എത്തി. ഇവിടെ ഈ സൈഡിൽ കാണുന്ന ചെറിയൊരു ഷെഡ് പോലെ കണ്ടില്ലേ, ഇത് പുകയിലേൻ്റെ ഇല പറിച്ചിട്ട് ഉണക്കാനിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എല്ലാവർക്കും ശരിക്കും കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണിത് പറിച്ച് ഉണക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഈ സീനിക ഇവിടെ ഇഷ്ടംപോലെ കാട്ടിലുണ്ട് കേട്ടോ. സീനികേൻ്റെ വേറൊരു തരം വെറൈറ്റി ഉള്ളത് കണ്ട, ഇഷ്ടം പോലെ. കാടല്ല, ഈ വഴിയോരത്തുണ്ടെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ട, ഇവിടെ ഫുള്ള് സീനികയാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ട മത്തം വള്ളിയൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. മത്തം പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് മത്തം വള്ളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. തമാലയ്ക്ക് ഇനിയിപ്പോൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ. അവിടെ കരിമ്പ് വിൽക്കുന്നുണ്ട് അങ്ങേയറ്റത്ത്. അന്നൊക്കെ കുറച്ച് ദൂരം ഇപ്പം കാണിക്കാൻ പറ്റില്ല. ഇവിടെ ബൈക്ക് ടാക്സിയും സൈക്കിൾ ടാക്സിയും ഒക്കെ ഉണ്ട്. ചെറിയൊരു ഷോപ്പുണ്ടെന്നാണ് പറഞ്ഞേ. നല്ല ഭംഗിയുള്ള, എന്താ പറയുക, നല്ല ഭംഗിയുള്ള പച്ചപ്പൊക്കെ നല്ല നല്ലൊരു ഗ്രാമമാണിത്. ഇവിടെ മുട്ടയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനത്തെ ചെറിയ ഷോപ്പാണ് ഇവിടെ ഉള്ളത്. ഒരു ചേച്ചി നടത്തുന്ന ഷോപ്പാട്ടോ. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഒരു ഫോണിൽ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഉണ്ട്, ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അപ്പം നമ്മൾ മുട്ടയൊക്കെ വാങ്ങി പോകുന്നു കേട്ടോ. അന്നേരം കണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ ചുമന്ന സീനികേൻ്റെ പോലത്തെ കണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇഷ്ടം പോലെ സീനിക. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പിങ്ക് കളറിലൊക്കെ വൈറ്റ് കളറിലുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ഇച്ചിരി കാടാണ്. അതായത് പുല്ലൊക്കെ നല്ലോണം വളർന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൂമ്പാറ്റകളൊക്കെ തേൻ കുടിക്കാൻ വന്നിട്ടില്ലേ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഈ ഗ്രാമം. ബേക്കിൽ കണ്ടില്ലേ മല, എന്ത് ഭംഗിയാണ്, മലയും ആകാശവും. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ട, ഞൊട്ടങ്ങ. നമ്മളൊക്കെ നാട്ടിൽ പറിച്ച് കഴിക്കുന്ന ഒരു സാധനം, പഴുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കില്ല, ഞൊട്ടങ്ങ. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കില്ല. സാധനം എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ കണ്ടതാണ് ഇഷ്ടം പോലെ ആര്യവേപ്പിൻ്റെ തൈകൾ. വലിയ മരമല്ല, വളർന്ന് വരുന്നേ ഉള്ളത്. ഞങ്ങൾ ഇതിൻ്റെ ഇലയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നീം തന്നെയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെയൊക്കെ കാണാണ്ടോ. ആ കാണുന്നതൊക്കെ നീമാണ്. ആര്യവേപ്പ്, യൂക്കാലി. ഇത് എനിക്ക് തോന്നുന്നു ഫോറസ്റ്റുകാർ വെച്ചതായിരിക്കും. ഈ ഒരു ഏരിയ ഒക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. ഇവർ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അരുണേട്ടനോട് പറഞ്ഞു കേട്ടോ, ഞാൻ കുറേ ആര്യവേപ്പിൻ്റെ ഇല കണ്ടു. അപ്പോൾ അരുണേട്ടൻ എന്നോട് പറഞ്ഞത് ആര്യവേപ്പല്ല, ആര്യവേപ്പിൻ്റെ ഇല പോലുള്ള വേറൊരു മരമാണെന്ന്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഒരു കയ്പ്പ് രുചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറയാം കേട്ടോ.
അപ്പം നമ്മൾ ഈ കാണുന്നത് കഴുതവണ്ടിയാണ് കേട്ടോ. കഴുതവണ്ടിയിൽ കുറേ വിറക് കയറ്റിയിട്ട് കുട്ടികളും ചേട്ടന്മാരൊക്കെ പോകുന്നതാണ്. അതായത് വേറൊരു കഴുതവണ്ടി കാളവണ്ടിയൊക്കെ കണ്ടിട്ട് ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ പിള്ളേരൊക്കെ ഭയങ്കര ഒരു സ്മൈലിംഗ് ആണ് നമ്മളോട്, നല്ലൊരു പുഞ്ചിരിയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ഇവിടെ കുറേ കുട്ടികൾ നടന്നു വരുന്നു. അവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ പോസ് ചെയ്ത് തരികയാണ്. നമുക്ക് ജമ്പുളോയ്ക്ക് പോസ് ചെയ്ത് തരുന്നതാണ്. എല്ലാവർക്കും പിന്നെ ഒരു അത്ഭുതമാണ് ഇങ്ങനെ വീഡിയോ എടുക്കണമൊക്കെ കണ്ടിട്ട്. അപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇവരെയൊക്കെ കണ്ടിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. തമാല പണി തുടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളി നന്നാക്കാണ്. ഞങ്ങൾ ഇന്ന് ടൊമാറ്റോ റൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ വേഗം കുക്കിംഗ് നടത്തട്ടെ, എന്നെങ്കിലും നമുക്ക് ലഞ്ചിന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, അങ്ങനത്തെ കുറച്ച് ജീരകം സ്പൈസസ് ഉണ്ടല്ലോ, അതൊക്കെ നെയ്യിൽ വഴറ്റി. പിന്നെ ഞാൻ നമ്മുടെ ഉള്ളി വഴറ്റി അതിൽ കുറച്ച് നമ്മുടെ ഗ്രീൻ പീസ്, ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഉണങ്ങിയതല്ല, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറച്ചിട്ടു. പിന്നെ പുതിനേൻ്റെ ഇല, അതേപോലെ തന്നെ വെളുത്തുള്ളി കുറച്ചധികം വേണം. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എല്ലാവരും വിചാരിക്കും ഈ സുമി എന്തതല്ല എപ്പോഴും ഈ ടൊമാറ്റോ റൈസ് കാണിക്കണമെന്ന്. അപ്പം ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഏരിയ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഫുള്ള് മരങ്ങളാണ്. അത് യൂക്കാലി മരം, ആര്യവേപ്പിൻ്റെ മരം, അങ്ങനത്തെ എന്താ പറയുക, നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങണം, എന്നെങ്കിൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അന്നേരം ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.